നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഐക്യദാർഢ്യം. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അസോസിയേഷൻ നേതാക്കൾ. കൂറ്റനാട് ഐക്യദാർഢ്യ പ്രകടനവും കൂട്ടായ്മയും. മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുളപ്പുള്ളിയിൽ BJP ശില്പശാല സംഘടിപ്പിച്ചത് കുളപ്പുള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. ചെമ്പൈ സംഗീതോത്സവത്തിന് കോട്ടായിയിൽ ഒരുക്കങ്ങളായി. 128ാമത് ചെമ്പൈ ജയന്തി സംഗീതോത്സവം ശനിയാഴ്ച തുടങ്ങും. രാഗലഹരിക്കു കാതോർത്ത് സംഗീതപ്രേമികൾ. വാർത്തകൾ വിശദമായി. മഹിളാ അസോസിയേഷൻ തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന വനിതകൾക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് ഐക്യദാർഢ്യ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി V. ശാരദ, ട്രഷറർ രമണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. VP സരസ്വതി, P. ദീപ, ആനി വിനു എന്നിവർ നേതൃത്വം നൽകി. BJP കുളപ്പുള്ളി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശില്പശാല സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പ്രവർത്തകർ സജ്ജരാകേണ്ട സമയമാണെന്ന് KM ഹരിദാസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അംഗത്വം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ മേഖലയിൽ നിന്നുമുള്ള, അതായത് എല്ലാ മേഖലയിലും, അതായത് അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അത്തരത്തിലുള്ള എല്ലാ കാഴ്ചപ്പാടുകൾക്കും അപ്പുറം ഭാരതം ഒന്നാണ് എന്നുള്ള ആ ഒരു കൃത്യമായ ആ കാഴ്ചപ്പാട് അത് മുന്നോട്ട് വെച്ചുകൊണ്ട് സർവവ്യാപിയും സർവസ്പർശിയുമാക്കി പാർട്ടിയെ മാറ്റുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം കുളപ്പുള്ളിയിൽ നടന്ന ശില്പശാലയിൽ BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ്, BJP സംസ്ഥാന സമിതി അംഗങ്ങളായ പരമേശ്വരൻ മാസ്റ്റർ, രുക്മിണി ടീച്ചർ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് കണയം, KT രവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ ജനറൽ സെക്രട്ടറി മനോജ് ആറാണി സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ഗോപകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ആദർശ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിശീലനം പൂർത്തീകരിച്ച പഠിതാക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പരുതൂർ ഗ്രാമപഞ്ചായത്തിലെ ആദർശ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈലറിംഗ് ബ്യൂട്ടീഷ്യൻ ബാച്ചിലെ പരിശീലനം പൂർത്തീകരിച്ച പഠിതാക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത്. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ KM ആലി, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, രമണി, ഉമ്മർ, JSS ഡയറക്ടർ ഷൈജു, അഭിഷായ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ബാലസംഘം മണ്ണൂർ വില്ലേജ് സമ്മേളനം നടന്നു. വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം സുബിൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി ആത്മഹത്യ ചെയ്തല്ല, ഗാന്ധിജിനെ കൊന്നതാണ് പറയണല്ലേ, പറയില്ലേ? നമ്മളെല്ലാവരും ആ പറയണ ധൈര്യം കാണിക്കണം അല്ലേ? ആദ്യത്തെ തീവ്രവാദിയാണ് ഗാന്ധിജിനെ കൊന്നത്. പേരെന്താ പറഞ്ഞത്? നാഥുറാം വിനായക് ഗോഡ്സെ. ഇനി മറക്കോ? ഇല്ലേ? മറക്കേണ്ടോ? കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നാളുടെ പേരാണ്. അപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇതില്, ഇന്ത്യയിൽ. അതേപോലെ തന്നെ ഇനി ഒരുപാട് സംഭവങ്ങൾ, ചരിത്രങ്ങൾ മാറ്റി സൃഷ്ടിച്ച്. സമ്മേളനത്തിൽ വില്ലേജ് പ്രസിഡന്റ് രേവതി അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സനിത, V. സുരേന്ദ്രൻ, ബൾക്കിസ്, സുരേഷ് ബാബു, ശ്രീദേവി, M. ഉണ്ണികൃഷ്ണൻ, അസീസ്, രഘുത്തമൻ, ഹർക്കിഷ്, വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 128ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഗീതോത്സവത്തിന് ശനിയാഴ്ച കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ തുടക്കമാകും. ഹൈക്കോടതി ജഡ്ജ് PV കുഞ്ഞികൃഷ്ണൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 എന്നീ ദിവസങ്ങളിലാണ് ചെമ്പൈ ജയന്തി സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രവാസി വ്യവസായി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് മുഖ്യാതിഥിയാകും. ഓഡിറ്റർ ശിവദാസ് ചേച്ചൂരിനെ ആദരിക്കും. തുടർന്ന് അബിറാം ഉണ്ണിയും സംഘവും സംഗീത കച്ചേരി അവതരിപ്പിക്കും. സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 11:30 ചെമ്പൈ വിദ്യാപീഠത്തിന്റെ 38ാമത് വാർഷിക സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. BK ശ്രീകണ്ഠൻ MP, PP സുമോദ് MLA തുടങ്ങിയവർ പങ്കെടുക്കും. മേളവിദ്വാൻ കല്ലൂർ രാമൻകുട്ടിമാരാരെ ആദരിക്കും.
തുടർന്ന് മണ്ണൂർ രാജകുമാരനുണ്ണി, യുവ സംഗീതജ്ഞൻ എന്നിവരുടെ കച്ചേരി നടക്കുമെന്ന് ചെമ്പൈ വിദ്യാപീഠം പ്രസിഡന്റ് ചെമ്പൈ സുരേഷ് പറഞ്ഞു. ആഘോഷത്തോടനുബന്ധിച്ച് 2 ദിവസമായി നടത്തുന്ന ദ്വിദിന സംഗീതോത്സവം ചെമ്പൈ ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടക്കുന്നതാണ്. ആഗസ്റ്റ് 31-ാം തീയതി വൈകിട്ടും അതേപോലെ സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം 2 ദിവസമായിട്ട് ദ്വിദിന സംഗീതോത്സവം നടത്തുന്നു. ആഗസ്റ്റ് 31-ാം തീയതി വൈകുന്നേരത്തെ ഫംഗ്ഷൻ കേരള ഹൈക്കോടതി ജഡ്ജ് ശ്രീ ഉണ്ണികൃഷ്ണൻ അവർ അതിന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ മണ്ണൂർ പി രാജകുമാരൻ ഉണ്ണിമോശൻ, അതേപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ശ്രീ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് അവർ, ഇറാൻ ഗ്രൂപ്പിൻ്റെ CMD അദ്ദേഹം പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ അതോടുകൂടി ഒരു ശിവദാസ് ചേറ്റൂർ ഓഡിറ്റർ അദ്ദേഹത്തിനെയും ഈ ചടങ്ങിൽ അനുമോദിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങുമായി മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ധനസഹായം ഭരണസമിതി അംഗങ്ങൾ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA കൈമാറി. വയനാടിനൊരു കൈത്താങ്ങ് പദ്ധതിയിലേക്കായി ബാങ്ക് ഭരണസമിതി 1 ലക്ഷം രൂപയാണ് കൈമാറിയത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി A സ്മിത, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, M ഉണ്ണികൃഷ്ണൻ, ഡയറക്ടർമാരായ K അരവിന്ദാക്ഷൻ, K ശശിധരൻ, TR ശശി, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അവരെ പ്രത്യേകിച്ച് സർക്കാരിന് വേണ്ടി നന്ദി പറയുന്നു. ഈ ദുരന്തത്തെ നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് അത് തരണം ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ സുമനസ്സുകളായ എല്ലാവരെയും സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ബാങ്ക് നൽകിയിട്ടുള്ള അവരുടെ സംഭാവന വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. പ്രത്യേകമായി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പാഞ്ഞാൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഇല്ലംനിറ ആഘോഷം ഭക്തിസാന്ദ്രമായി. ബ്രഹ്മശ്രീ പുരളിപ്പുറം ലക്ഷ്മണൻ നമ്പൂതിരി ക്ഷേത്രത്തിലെ ഇല്ലംനിറ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിൽ നിറക്കോപ്പും കതിരും എഴുന്നള്ളിച്ച് മഹാലക്ഷ്മി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. മേൽശാന്തി ബ്രഹ്മശ്രീ കറുത്തേടം സതീശൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ബ്രഹ്മശ്രീ മുട്ടത്തുകാട്ടിൽ രാമൻ നമ്പൂതിരി, കൈപ്പഞ്ചേരി മാധവൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം കരകം ഉഷ വാരസ്യാർ, ഗീതാ വാരസ്യാർ, വത്സല വാരസ്യാർ, രാമചന്ദ്ര വാര്യർ, തൃത്താല ശ്രീനി പൊതുവാൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷേത്രം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി, കൗണ്ടർ മാനേജർ ഗീതാ മുരളി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും ആദരിക്കൽ സദസ്സും സംഘടിപ്പിച്ചു. പരിപാടി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ ദീർഘകാലം കഴകപ്പണി അനുഷ്ഠിച്ച പുഷ്പകം രാമനുണ്ണി, സുശീല രാമനുണ്ണി എന്നിവർക്കുള്ള യാത്രയപ്പും സാമൂഹ്യരംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച PNNM ആയുർവേദ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ സന്ധ്യ മണ്ണത്ത്, നീള ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എന്നിവരെയുമാണ് ആദരിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാഥ് പൊന്നാടയും മൊമന്റോവും നൽകി ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്ര മാനേജർ MA രാജു അധ്യക്ഷനായി. ട്രഷറർ സുരേന്ദ്രൻ, N സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സന്ധ്യ മന്നൻ. ഇതിനു മുന്നേ തന്നെ ആദരിക്കേണ്ടതായിരുന്നു, പക്ഷെ അവരെ ആദരിക്കാൻ സാധിക്കാത്തതിൽ പ്രശ്നം വളരെയധികം പ്രശ്നമുണ്ട്. അത് ഈ സമയത്ത് ആദരിക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വ്യാവസായിക സാമൂഹിക രംഗത്തും വളരെയധികം സേവനങ്ങൾ ചെയ്യുന്ന ഉണ്ണീഷൻ മുണ്ടാൻ, നിലയുടെ ചെയർമാനായ ഉണ്ണീഷൻ മുണ്ടാനെ ആദരിക്കുന്നുണ്ട്. ഓടമ്പാക്കം രവീന്ദ്രൻ നയിച്ച ഭക്തിപ്രഭാഷണവും നടന്നു. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായി. നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. സബരിയ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ തല കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് കരിന്തലക്കൂട്ടം നിർവഹിച്ചു. ഇപ്പോൾ നമുക്കറിയാം, അന്ന് പാടിയ പാട്ടുകൾക്കൊന്നും ഒരു കർത്താവ് ഉണ്ടായിരുന്നില്ല. ഞാനത് ഏറ്റെടുത്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കാലിൽ എത്തിയപ്പോൾ മാത്രമാണ് ആ പാട്ട് നിങ്ങളത് ഏറ്റെടുത്തത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു കർത്താവോ വ്യക്തിയോ ഇല്ലാത്ത പാട്ടുകളാണ് എന്ന് പറയുന്നത് പല നാടൻ പാട്ടുകളും. അതാണ് നാടൻ പാട്ട്. ഇന്ന് ഓണപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരാളെ ഓർമ്മ വരില്ലേ? ആരോമാര് അതിന് കർത്താവുണ്ടല്ലേ പാട്ടിന്? പ്രധാനാധ്യാപിക DP നിർമ്മല സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു.
SMC ചെയർമാൻ ഒ മധുസൂദനൻ, പ്രിൻസിപ്പൽ സി ജിനേഷ് കുമാർ, MPTA പ്രസിഡന്റ് NB ഷിജി, PTA വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ, SMC വൈസ് ചെയർമാൻ അബ്ദുൽ ജബ്ബാർ, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി P പ്രശാന്ത്, VHS സ്റ്റാഫ് സെക്രട്ടറി PP സഹദേവൻ എന്നിവർ സംസാരിച്ചു. കൺവീനർ P ജിഷ നന്ദി പറഞ്ഞു. തുടർന്ന് കലാമത്സരങ്ങൾ ആരംഭിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കൽ പ്രവൃത്തികൾ ഇന്ന് രാത്രി 10 മണി മുതൽ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു. ഈ സമയം പാലത്തിന് മുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിൽ കൈവരികൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. 30/8/24 രാത്രി 10 മണി മുതൽ 31/8/24 6 മണി വരെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ പണി പാലത്തിൽ നടക്കുകയാണ്. നമുക്കറിയാം, ഈ വെൽഡിംഗ് പണി നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അത് വർക്ക്ഷോപ്പിൽ വെച്ച് നടത്തുകയാണ്. ഇത്രയും ദിവസം അതിൻ്റെ വർക്കുകൾ നടന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ വനിതാ വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കുമാരി സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതകളുടേതായിട്ടുള്ള കൺവെൻഷൻ ആണെങ്കിൽ കൂടി നമ്മളെക്കാൾ കൂടുതൽ ഇതായിട്ടുള്ളത് അവരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇത് പറയാനുള്ളത്, നമുക്കൊരു വിനോദയാത്ര നടത്താൻ പറ്റി. ഇത്രയും ചെറിയൊരു കാലയളവ് നമ്മുടെ ഈ മേഖലാ കമ്മിറ്റി, ഷൊർണൂർ മേഖലാ കമ്മിറ്റിക്ക് പിന്നെ വയോജനങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു വിനോദയാത്ര നടത്താൻ പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മഞ്ഞക്കാട് മേഖലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ ഷൊർണൂർ മേഖലാ വനിതാ സെക്രട്ടറി PA പത്മജം സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് ശ്രീമതി അധ്യക്ഷയായി. വനിതാ പാലക്കാട് ജില്ലാ ജോയിന്റ് കൺവീനർ K രേണുകാദേവി മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം P ഹേമലത സംസാരിച്ചു. ആർമുഖൻ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ഷൊർണൂർ മേഖലാ കമ്മിറ്റിയിൽ നിന്നും വിവിധ യൂണിറ്റുകളിൽ നിന്നുമായി നിരവധി ഭാരവാഹികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഐക്യദാർഢ്യം. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അസോസിയേഷൻ നേതാക്കൾ. കൂറ്റനാട് ഐക്യദാർഢ്യ പ്രകടനവും കൂട്ടായ്മയും. മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുളപ്പുള്ളിയിൽ BJP ശില്പശാല സംഘടിപ്പിച്ചത് കുളപ്പുള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. ചെമ്പൈ സംഗീതോത്സവത്തിന് കോട്ടായിയിൽ ഒരുക്കങ്ങളായി. 128ാമത് ചെമ്പൈ ജയന്തി സംഗീതോത്സവം ശനിയാഴ്ച തുടങ്ങും. രാഗലഹരിക്കു കാതോർത്ത് സംഗീത പ്രേമികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.